ഹായ്, ഞാൻ ജയ റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. നമ്മൾക്ക് നവംബർ സെക്കൻഡ് വീക്ക് മുതൽ അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ വീക്കായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇതോടനുബന്ധിച്ച് പല അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന പല നേഴ്സ് പ്രാക്ടീഷണറെയും പരിചയപ്പെടുത്തുമെന്ന്. ഞാനതിൽ പലരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡാലിയ ജോർജാണ്. അതായത് പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പല കുട്ടികളെയും കാണാറുണ്ട്. അതായത് ഇപ്പോൾ ന്യൂ ജനറേഷനുള്ള കുട്ടികൾക്ക് അവർക്ക് മെഡിക്കൽ പ്രൊഫഷൻ ഇഷ്ടമാണ്. അവർക്ക് പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാനും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അവരിൽ പലരും എന്നോട് പറയാറുണ്ട്, 12 വർഷം കമ്മിറ്റഡായിട്ട് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള ഫൈനാൻസ് ബേഡൻ അതൊരു താങ്ങാവുന്നതിലപ്പുറമാണ്. ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ലൈഫ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ആയിട്ട് കൂളായിട്ട് പഠിച്ച് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ മെഡിക്കൽ പ്രൊഫഷൻ ഇഷ്ടമാണ്. ഞങ്ങൾക്കും ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ സമയത്ത് ഇവിടെ അമേരിക്കയിൽ 12th കഴിഞ്ഞ് കുട്ടികളൊക്കെ കോളേജിലോട്ട് പോകാൻ ഒരുങ്ങുവാണ്. അപ്പം അതോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാമെന്ന് വിചാരിക്കുന്നത്. മെഡിക്കൽ പ്രൊഫഷനിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് 12 വർഷത്തെ കമ്മിറ്റ്മെൻറ്റും ഫൈനാൻസ് ബേഡനും അവോയ്ഡ് ചെയ്യണമോ? എന്നിട്ട് നിങ്ങൾക്ക് ഈ മെഡിക്കൽ പ്രൊഫഷനിൽ ഒരു ഡോക്ടറുടെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഇത് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഡാലിയോട് ചോദിക്കാം. ഡാലിയ പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണറാണ്. ഹായ് ഡാലിയ. Thank you for inviting me. ഡാലിയ ഇപ്പോൾ പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുവാണ്. അപ്പം ഡാലിയ കുറച്ച് പഴയ കാര്യങ്ങളോട്ട് പറയുമ്പം ഡാലിയ എവിടെയാണ് നേഴ്സിംഗ് പഠിച്ചത്? ഞാൻ നേഴ്സിംഗ് BSN ചെയ്തത് നാട്ടിലാണ്, ദി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ന്യൂഡൽഹി. അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്നത് 2006-ലാണ്. അതിനുമുമ്പ് കുറച്ച് നാൾ ഞാൻ ഗൾഫിലും ജോലി ചെയ്തു. അപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെന്ന് പറയുമ്പോൾ അത് മിക്കവാറും എൻട്രൻസ് എഴുതി കിട്ടിയതായിരിക്കുമല്ലോ. ആണല്ലേ? അപ്പം ഷുവറായിട്ടും പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിരുന്നു. അപ്പം നേഴ്സിംഗ് പ്രൊഫഷൻ ആയിരുന്നോ നേരത്തെ മുതലേ, ചെറുപ്പം മുതലേ ഇഷ്ടം? അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. നേഴ്സാകണമെന്ന് എപ്പോഴാണ് ആഗ്രഹിച്ചത് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. മെഡിസിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ AIIMSലെ കോൾ വന്നതും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പോയി ജോയിൻ ചെയ്യാം, മിക്കവാറും എൻട്രൻസ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മെഡിസിൻ കിട്ടുവാണെങ്കിൽ തിരിച്ചു വന്ന് മെഡിസിൻ ജോയിൻ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ മെഡിക്കൽ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് BSc നഴ്സിംഗ് തന്നെയാണ് കേരളത്തിലും കിട്ടിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി AIIMS ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കോഴ്സ് തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നില്ല. AIIMSലെ BSc നഴ്സിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. BSc ഓണേഴ്സ് നഴ്സിംഗ് 4 years കോഴ്സായിരുന്നു. അപ്പോൾ അങ്ങനെ നഴ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത് അപ്പം അന്നേരം എനിക്ക് ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. BSc നഴ്സിംഗ് നല്ലതാണ്. വളരെ പഠിപ്പിച്ച ടീച്ചേഴ്സും ഒക്കെ പറയുമായിരുന്നു പഠിച്ചിരുന്ന സമയത്തൊക്കെ, MBBS കിട്ടിയില്ലെങ്കിലും ഒന്നും സങ്കടപ്പെടാനില്ല, BSc നഴ്സിംഗ് നല്ല കോഴ്സാണ് എന്നൊക്കെ. അപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് BSc നേഴ്സസ് എന്ന് പറഞ്ഞാൽ നേഴ്സുമാരെ പഠിപ്പിക്കാൻ പോകുന്ന നേഴ്സും അങ്ങനെയാണ്. പക്ഷേ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒന്നും അത്ര വലിയ ഹാപ്പി ആയിട്ടൊന്നും അല്ല പോയത്. ഞാൻ മെഡിസിൻ കിട്ടാത്ത വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കോഴ്സ് ഇഷ്ടപ്പെട്ടു. നമുക്ക് പിന്നെ പഠിക്കുന്ന കൂടുതൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, പീഡിയാട്രിക് നഴ്സിംഗ് അതൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ എൻ്റെ തേർഡ് ഇയറും ഫോർത്ത് ഇയറും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ച് തന്നെ അപ്പം ഇങ്ങനെ കരിയർ അഡ്വാൻസ്മെന്റിനെ പറ്റി ചിന്തിച്ചായിരുന്നു? അതെ, ഞങ്ങൾക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട് AIIMSൽ. അമേരിക്കൻ ജേർണൽ ഓഫ് നഴ്സിംഗ് അവിടുന്ന് വായിക്കാറുണ്ടായിരുന്നു. അപ്പം അമേരിക്കയിൽ ഇങ്ങനെ നഴ്സ് പ്രാക്ടീസിങ് എന്നൊരു ജോബ് ഉണ്ടെന്നും മാസ്റ്റർ ലെവൽ കോഴ്സാണെന്നും അങ്ങനെ എനിക്ക് മനസ്സിലായി. ഞാനും എൻ്റെ ഒരു വേറെ ക്ലാസ്മേറ്റ് ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവളും ഇപ്പോൾ നേഴ്സ് പ്രാക്ടീഷണറാണ് ബോസ്റ്റണിൽ. അപ്പം അന്നേരം ഒന്ന് എങ്ങനെ അമേരിക്കയ്ക്ക് പോകും, നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് BS നഴ്സിംഗ് കഴിഞ്ഞ്
ഗൾഫിൽ പോയി. ഗൾഫിലായിരുന്നപ്പോഴാണ് CGFNS IELTS എഴുതി 2000 ആദ്യം ഞാനിവിടെ വന്നത്. അപ്പോൾ അന്ന് തന്നെ അതായത് ഡൽഹിയിൽ വെച്ച് തന്നെ, കാരണം ഞാനൊന്നും നേഴ്സ് പ്രാക്ടീഷണർ എന്നുള്ള കാര്യം അന്ന് നേഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല. മാസ്റ്റേഴ്സ് വരെ ചെയ്യാമെന്നറിയാം, പക്ഷേ അങ്ങനെ ഒരു അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് തന്നെ ഡാലിയയ്ക്ക് വായിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. അന്ന് തന്നെ അതേപ്പറ്റി അറിഞ്ഞ്, അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ അവസരം കിട്ടിയാൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എയിംസിലെ ടീച്ചേഴ്സ് കുറച്ച് 1-2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഒന്ന് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നവർ. പിന്നെ അമേരിക്കൻ എഡ്യൂക്കേറ്റഡ് ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരൊക്കെ പറയും, അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ജസ്റ്റ് BSN കൊണ്ട് പഠിത്തം നിർത്തരുത്, പറ്റുവാണെങ്കിൽ US പോകണം, അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഴ്സസിനുണ്ട്, ഇങ്ങനെ ഈ നഴ്സ് പ്രാക്ടീസിങ് മിഡ് ലെവൽ പ്രൊവൈഡേഴ്സ് ആ ജോബ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഏതായാലും മെഡിസിന് കിട്ടിയില്ല, എന്നാൽ എങ്ങനെയും ഇതൊന്ന് നടത്തിയെടുക്കണം എന്നുള്ളൊരു പ്ലാൻ അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. ആണല്ലേ? അപ്പോൾ പഠിക്കുന്ന കാലം മുതലേ ഡോക്ടറാണോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ കഴിഞ്ഞിട്ട് കുവൈറ്റിൽ പോയി. അവിടെ നിന്നാണ് ഞാൻ CGFNS IELTS എഴുതി ഇവിടെ വന്ന് 2006. അപ്പോൾ കുവൈറ്റിൽ ഏത് ഫ്ലോറിലായിരുന്നു? പീഡിയാട്രിക് ICU ആയിരുന്നു. ആണോ? അപ്പം ഡാലിയ പഠിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കൂടുതലായിട്ടും പീഡിയാട്രിക്സ് അല്ല, ഞാൻ അഡൽട്ട് ഫ്ലോറിൽ വേണമെങ്കിൽ ഒരു 7-8 months ഇൻ ബിഗിനിങ് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുള്ളൂ. ഞാൻ പീഡിയാട്രിക്സിലാണ് വർക്ക് ചെയ്തത്. ഞാൻ പീഡിയാട്രിക്സിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ, പീഡിയാട്രിക്സ് എനിക്ക് ഇഷ്ടമായിരുന്നു, നല്ല മാർക്ക് കിട്ടിയായിരുന്നു നേഴ്സിങ്ങിൻ്റെ സമയത്ത്, പഠിച്ചിരുന്ന സമയത്ത്. പിന്നെ അപ്പോഴത്തെ എൻ്റെ മാഡത്തിനെ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം പീഡിയാട്രിക് ഞാൻ എങ്ങനെയാണോ ഞാനത് സെലക്ട് ചെയ്ത് അത് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് പക്ഷേ വൺസ് ഞാൻ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. പീഡിയാട്രിക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുവായിരുന്നു? ഒരു ഫാമിലി ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരുന്നോ, കുട്ടികളെ നോക്കുന്നതായിരുന്നോ, എന്തുവായിരുന്നു ഇഷ്ടം? എല്ലാം കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഓഫ് കോഴ്സ് ആ സമയത്തൊക്കെ കുട്ടികളുടെ IV ഒക്കെ കുത്താൻ ഭയങ്കര എക്സ്പെർട്ട് ആയിരുന്നായിരിക്കുമല്ലോ. അതെ, നന്നായിട്ട് കിട്ടുമായിരുന്നു. അന്നേരം പിന്നെ വലിയ ഫീലിങ്സ് ഒന്നുമില്ല, കുട്ടികളോട് അയ്യോ കൊച്ചിനെ കുത്തണം അങ്ങനെയൊന്നുമില്ല, വേഗം നന്നായിട്ട് പണി തീർക്കുക, അത്രേ ഉള്ളായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ കുട്ടികളുടെ കൂടുതൽ തലയിലൊക്കെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഷേവ് ചെയ്തിട്ട് ഇങ്ങനെ. എൻ്റെ കൂടെ പഠിച്ച പലരും, ഇങ്ങനെ പീഡിയാട്രിക് ജോലി ചെയ്ത പലരും ആ IVയിൽ ഇൻസർഷനിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. ഐസൈറ്റ് നല്ലതായിരുന്നു. ഇപ്പൊ അത്രയും കണ്ണിന് കാഴ്ചയില്ല. ഇപ്പൊ പിന്നെ ആവശ്യമില്ലല്ലോ അത്ര. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുവൈറ്റിൽ നിന്ന് പിന്നെ അമേരിക്കയിൽ CGFNS IELTS എഴുതി US വന്നു. ഞാൻ എൽപാസോയിൽ, ടെക്സസിൽ തന്നെ എൽപാസോയിൽ ഞാനൊരു ഹോസ്പിറ്റൽ PICUയിൽ പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ, അങ്ങോട്ടാണ് എന്നെ ഹയർ ചെയ്തത്. ഞാൻ കുവൈറ്റിലും പീഡിയാട്രിക് ICUലായിരുന്നു. അവിടെ എൽപാസോയിൽ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സെയിം ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ തന്നെ ഡാലസിലുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നു. കാരണം ഡാലസിൽ ഫാമിലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ ഫാമിലി. അപ്പോൾ എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പീഡിയാട്രിക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്ത് പിന്നെ എന്നാണ് ഇങ്ങനെ നേഴ്സ് പ്രാക്ടീഷണറായിട്ട് പഠിക്കണം എന്ന് തോന്നി? എന്നാ പഠിക്കാൻ തുടങ്ങിയത്? വന്നപ്പോൾ തൊട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, ഓരോരോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പിന്നെ ഞാൻ 2014 NB സ്കൂളിൽ പോയത്, UTA യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് അറ്റ് ആർലിംഗ്ടൺ. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട്, എൻ്റെ എയിംസിൽ എൻ്റെ 1 year ജൂനിയർ ആയിട്ട് പഠിച്ചൊരു കുട്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചതും എല്ലാം കണ്ടുപിടിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് പോയത്. അപ്പോൾ അന്നേരത്തേക്ക് അഡ്മിഷൻ കിട്ടാൻ പ്രയാസം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അവരുടെ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് GPA 3 വേണം, IELTS സ്കോർ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അത് പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്, കോളേജിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റും മാർക്ക് ലിസ്റ്റും കോളേജിൽ നിന്ന് ഡയറക്റ്റ് വരണം. അങ്ങനെയല്ല, കുറച്ച് സമയമെടുത്തു. പക്ഷേ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കോളിൻ കൗണ്ടി കോളേജിൽ പോയി ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലായിരുന്നോ? ഞങ്ങൾ പഠിച്ചായിരുന്നു. ഞങ്ങൾ റിസർച്ച്, ഒരു ഗ്രൂപ്പ് റിസർച്ചും ചെയ്തതാണ്. പക്ഷേ ഞങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. എനിക്കറിയാം ഇന്ത്യയിലെ തന്നെ RAK പോലെയുള്ള കോളേജിൽ പഠിച്ചവർക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ ട്രാൻസ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, പക്ഷേ എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കോളിൻ കൗണ്ടി കോളേജിൽ പോയി. ഓൾ ഇന്ത്യയിലുള്ളവർക്ക് ട്രാൻസ്ക്രിപ്റ്റിലുണ്ടോ? അത് കഴിഞ്ഞ് അറിയത്തില്ല. ഓക്കെ. അപ്പം നമ്മളിപ്പം പറഞ്ഞത് എയിംസിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ട്രാൻസ്ക്രിപ്റ്റിനകത്ത് ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് കൗണ്ടി കോളേജിൽ പോയി. കോളിൻ കൗണ്ടി കോളേജിൽ പോയി, കോളേജ് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് കോളിൻ കൗണ്ടി പോകാനായിട്ട് എന്താ കാരണം? കോളിൻ കൗണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി ഫീനിക്സിൽ അന്വേഷിച്ചായിരുന്നു ഓൺലൈൻ ചെയ്യുന്നതിന്. വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ കോളിൻ കൗണ്ടിയിൽ എനിക്ക് $300 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3 credits ഞാൻ സമ്മർ സെമസ്റ്ററിൽ എൻറോൾ ചെയ്ത് കിട്ടി. അപ്പം എനിക്കിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നത്, ഇവിടെ പല കുട്ടികളും അല്ലെ പ്രീ റിക്വസ്റ്റുകളൊക്കെ
കോളിൻ കൗണ്ടി കോളേജിൽ പോയി എടുക്കാറുണ്ട്. അപ്പം നമുക്ക് വളരെ ചീപ്പാണത്. ചീപ്പാണ്. അതിന് നമുക്ക് എന്തെങ്കിലും എൻട്രൻസ് എക്സാം വല്ലതും ഉണ്ടോ? TSI ടെക്സാസ് സക്സസ് ഇനിഷ്യേറ്റീവ് അവർ കോളേജ് ലെവൽ കോഴ്സ് ചെയ്യുന്നതിന് TSI എക്സാം പാസ്സാകണമായിരുന്നു. ആണല്ലേ? അത് വളരെ പ്രയാസമുണ്ടോ? പാസ്സായി ആദ്യം തന്നെ. കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യം നോക്കിയായിരുന്നു, എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഞാനും കോളൻ കൗണ്ടി പോയി നോക്കിയതായിരുന്നു. അപ്പോൾ എന്തോ എനിക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ലേറ്റ് ആകുമായിരുന്നു. പിന്നെ എക്സാം എടുക്കാൻ എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ എന്തായാലും അപ്പോൾ കാരണം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രൈവറ്റായിട്ട് പോയി എടുക്കുമായിരുന്നു ചെയ്തത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഫീനിക്സിൽ അന്വേഷിച്ചായിരുന്നു. അവർ പറഞ്ഞതിലും വളരെ കുറവായിരുന്നു ഇവിടെ അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ കോളിൻ കൗണ്ടി കോളേജിൽ സമ്മർ സെമസ്റ്ററിൽ ഞാൻ മെയ് മെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു 2 വീക്സ് ഒരു ക്രാഷ് സെമസ്റ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് എൻറോൾ ചെയ്ത് ഏതായാലും കിട്ടി. എനിക്കറിയാം. ഞാനിപ്പം എൻ്റെ ഇവിടെ പല ഫ്രണ്ട്സിനും എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെ താമസിക്കുന്നതിൽ ഏറ്റവും ആദ്യം NB ചെയ്ത ആളാണ്, നേഴ്സ് പ്രാക്ടീഷണർ ആയ ആളാണ് ഡാലിയ. അപ്പോൾ ഡാലിയ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് പോയി പഠിക്കുന്നതും അതെല്ലാം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാനാണെങ്കിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ്, ഞാൻ ജയോടൊപ്പം പറഞ്ഞു തന്നായിരുന്നു കോളൻ കൗണ്ടി പോയി പഠിക്കുന്നത്. എനിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലായിരുന്നു. അപ്പം അന്നേരം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നോട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇതുപോലെ ഡാലിയ പോയി പഠിച്ചിട്ടുണ്ട്, ഡാലിയോട് തിരക്കാൻ. അതാണ് ഞാൻ അന്ന് വിളിച്ച് ചോദിക്കാൻ കാരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പം പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായി. അപ്പം മറ്റ് നേഴ്സ് പ്രാക്ടീഷണറെ പോലെ തന്നെ എല്ലാം പഠിച്ചു. നമ്മൾ അഡ്വാൻസ് ഫിസിയോളജി, ഫാർമക്കോളജി, അസസ്മെൻറ്റ്, ഡയഗ്നോസിസ് എല്ലാം പഠിക്കണം. നമ്മുടെ NB കോഴ്സിൽ ബിഗിനിങ്ങിൽ നേഴ്സ് പ്രാക്ടീഷണർ പീഡിയാട്രിക്സ് ആണോ FNP ആണോ ഏതായാലും കുറച്ച് കോഴ്സുകൾ കോമൺ ആയിട്ടാണ്. ലൈക്ക് നേഴ്സിംഗ് റിസർച്ച്, തിയറീസ് ഇൻ നേഴ്സിംഗ്, അഡ്വാൻസ് ഫാർമക്കോളജി ഇതെല്ലാമാണ്. പിന്നെ പീഡിയാട്രിക് സ്പെസിഫിക് ആയിട്ടുള്ളത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും പീഡിയാട്രിക് സ്പെസിഫിക്. നമുക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്ന് ഇവിടെ പറയാൻ പറ്റുന്നില്ല. ഹൗ ഫാസ്റ്റ് യു ആർ എൻറോളിംഗ് ആൻഡ് ഹൗ ഫാസ്റ്റ് യു ആർ ഫിനിഷിംഗ് യുവർ ക്ലാസ്സസ് അങ്ങനെയാണല്ലോ. ക്രെഡിറ്റ്സ് 45 ക്രെഡിറ്റ്സ്. അവസാനത്തെ ക്രെഡിറ്റ്സുകളെല്ലാം ഒരു മേ ബി ഒരു ക്രെഡിറ്റ്സ് 20 ഒക്കെ ആകുമ്പോൾ തൊട്ട് എല്ലാം പീഡിയാട്രിക് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അപ്പം ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ചാൽ പോരാ, വളരെ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം, വളരെ കമ്മിറ്റഡ് ആയിട്ട് പഠിക്കണം. ഏത് ക്ലാസ് പഠിക്കുമ്പോഴും ക്ലിനിക്കൽസിന് പോകുമ്പോൾ എല്ലാം ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇതാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ തന്നെ കോഴ്സ് കഴിഞ്ഞു, ലൈസൻസ് എക്സാം കഴിഞ്ഞു, ഇതെല്ലാം കിട്ടി, ജോലിയായി, എന്നാൽ പോലും തീരുന്നില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അത്രയും തന്നെ ബുദ്ധിമുട്ടാണ് ആ കിട്ടുന്ന ജോലിയിലൊന്ന് നിന്നു പോകുക എന്നുള്ളത്, ഒന്ന് സക്സസ് ആകുക, നമ്മൾ കംഫർട്ടബിൾ ആകുക എന്നുള്ളത്. അപ്പം ഈ കോഴ്സിൽ പഠിച്ച് അതിൽ കൂടുതൽ സമയവും എഫേർട്ടും എടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ പഠിച്ചേക്കുന്നത് ഒരുപക്ഷെ ജോലി കിട്ടിയതിന് ശേഷം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം എനിക്കത് മനസ്സിലാകാൻ പറ്റും. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ റിസർച്ച്, നേഴ്സിംഗ് തിയറി, എത്തിക്സ്, ലീഡർഷിപ്പ് പലതും പഠിക്കും. ഈവൻ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പലതും പഠിക്കും. പക്ഷേ നമ്മൾ റിയൽ വേൾഡിൽ പേഷ്യൻറ്റിനെ കാണുമ്പം നമ്മൾക്ക് അറിയേണ്ടത് അവരെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇത് 2 കാര്യങ്ങൾ. അതാ ക്ലിനിക്കൽസ്. ഞാൻ 45 ക്രെഡിറ്റ്സിൽ 750 അവേഴ്സ് ഓഫ് ക്ലിനിക്കൽസ് ഉണ്ടല്ലോ. എൻ്റെ ക്ലിനിക്കൽസ് ഞാൻ വേറെ എക്സ്പീരിയൻസ് നേഴ്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ കൂടെയും ഡോക്ടേഴ്സിൻ്റെ കൂടെയായിരുന്നു. അപ്പം നമ്മൾ അതാണ്. അപ്പം എപ്പോഴും ഏത് കേസ് കണ്ടാലും നോട്ട് ചെയ്യുക, അത് എങ്ങനെയാണ് അത് ഡയഗ്നോസിസിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് അതെല്ലാം വാച്ച് ചെയ്യുക. അപ്പം നല്ല ഏരിയയിൽ നമ്മളെ പഠിപ്പിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രിസെപ്റ്ററുടെ കൂടെ ക്ലിനിക്കൽസിന് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ജസ്റ്റ് എങ്ങനെയും കോഴ്സ് റിക്വയർമെൻറ്റ്സും ജസ്റ്റ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ് എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ അതായത് ഓരോ ക്ലിനിക്കൽസിന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇത് വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ പ്രാക്ടീസ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് പീഡിയാട്രിക്കിൽ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടോ? അതെ. ഞാൻ പീഡിയാട്രിക് അക്യൂട്ട് കെയർ ആണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ കോഴ്സിന് ജോയിൻ ചെയ്ത പ്രിസീഡിങ് 5 ഇയേഴ്സിൽ ഞാൻ പീഡിയാട്രിക് അക്യൂട്ട് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്തിരിക്കണം. ഞാൻ പീഡിയാട്രിക് ഐസിലാണ് വർക്ക് ചെയ്തത്. പിന്നെ എനിക്ക് CCRN രജിസ്റ്റർ സർട്ടിഫിക്കേഷനും ഉണ്ടായിരുന്നു. അത് അപ്പോൾ പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണർ ആകാനായിട്ടുള്ള റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേഴ്സ് പ്രാക്ടീഷണറായി RN അറ്റ്ലീസ്റ്റ് 2 RN ലൈസൻസ് വേണം, 2 years of experience in pediatrics. And pediatric acute care ആണെങ്കിൽ it has to be in ICU or ER. 1 year experience. 2 years. അപ്പോൾ 4 year experience. അല്ല, 2 years of experience pediatric. അപ്പോൾ if it is acute care, so pediatric it has to be in PICU or PDER. അങ്ങനെ വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാസ്സായി നമ്മുടെ ലൈസൻസ്. അപ്പം നമ്മുടെ പിന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള
മറ്റ് റിക്വയർമെന്റ് എന്തൊക്കെയാണ്? NB ആയിട്ട് NB ആയിട്ട് കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ പീഡിയാട്രിക് സർട്ടിഫിക്കേഷൻ ബോർഡിൽ നിന്ന് നമുക്ക് എക്സാം പാസ്സാകണം. ആ റിസൾട്ട് വെച്ച് ലൈസൻസിന് അപ്ലൈ ചെയ്യണം. ടെക്സാസ് ബോർഡ് ഓഫ് നഴ്സിംഗിൽ APRN ലൈസൻസ് ഉണ്ട്. APRN ലൈസൻസും പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റിയും കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹയർ ചെയ്യുന്നവരാണ് പിന്നെ ടെക്സാസ് മെഡിക്കൽ ബോർഡിൽ നമ്മുടെ ഒരു കൊലാബറേറ്റീവ് ഫിസിഷ്യനുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ വരുന്നത്. അതെൻ്റെ എംപ്ലോയറാണ് ടെക്സാസ് മെഡിക്കൽ ബോർഡിലുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്ത്. പിന്നെ ഹോസ്പിറ്റൽ പ്രിവിലേജസ് അതും നമ്മുടെ എംപ്ലോയർ തന്നെ ചെയ്യും. അതാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി നമ്മൾക്ക് കിട്ടും. പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ടെക്സാസ് ബോർഡ് ഓഫ് നഴ്സിംഗ് തരും. DA തരുന്നത് നമുക്ക് എംപ്ലോയർ ത്രൂ ആണ് നമുക്ക് DA കിട്ടുന്നത്. അപ്പം നമുക്കപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ RL ലൈസൻസ് വേണം, APRN ലൈസൻസ് വേണം, പ്രിസ്ക്രിപ്റ്റീവ് അതോറിറ്റി വേണം, പിന്നെ DA വേണം. പിന്നെ ഞാൻ ഹോസ്പിറ്റലിസ്റ്റ് NP ആണല്ലോ, ഞാനൊരു ഹോസ്പിറ്റലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് പ്രിവിലേജസ് വേണം. ആ ഹോസ്പിറ്റൽ പ്രിവിലേജസ് ആ ഹോസ്പിറ്റൽ തരണം, എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള പ്രിവിലേജ്. അത് നമ്മുടെ എംപ്ലോയർ എൻ്റെ ഗ്രൂപ്പാണ് എനിക്ക് ചെയ്തു തരുന്നത്. പിന്നെ ക്രെഡൻഷ്യലിംഗ് വിത്ത് ടെക്സാസ് ബോർഡ് ഓഫ് മെഡിസിൻ. ഓക്കെ, അത്രയും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് യു ആർ വർക്കിംഗ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, പീഡിയാട്രീഷ്യൻ. അപ്പോൾ അതിനിടയ്ക്ക് യു ആർ വർക്കിംഗ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ്. No. You have a collaborative position. Yeah, I'm working with a collaborative position. അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഡാലിയ പറഞ്ഞു ഏറ്റവും കൂടുതൽ പഠിച്ചതിരുന്നേക്കാളും കൂടുതൽ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് കണ്ണും കാതും തുറന്ന് ഓരോ കേസും നന്നായിട്ട് മനസ്സിലാക്കി. നമ്മൾ എത്ര വായിച്ചാലും നമ്മളത് മറന്നു പോകും അല്ലേ? പക്ഷെ നമ്മളത് റിയലി കണ്ടു, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മളത് മറക്കത്തില്ല. അപ്പൊ ഇപ്പം ഈ പിള്ളേരെ ഇപ്പൊ കണ്ടല്ലോ, പണ്ട് പഠിച്ച സമയത്തൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ജോലി തീർത്ത്. അപ്പൊ ഇപ്പം കുട്ടികളെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, അത് എനിക്ക് മോനുണ്ടായപ്പം തൊട്ട് ഇങ്ങനെ ആ എമ്പതി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇഷ്ടമാണ്, ഓക്കെ, എന്നാലും അവരുടെ പേരൻസിൻ്റെ പെയിൻ അത്രയൊന്നും ഞാൻ പറയിടല്ലായിരുന്നു. വേഗം പണി തീർക്കുക അങ്ങനെയായിരുന്നു. ഇപ്പം പക്ഷേ നമുക്ക് എപ്പോഴും ഞാൻ ആ പേരൻസിൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അസുഖമാണ്, ഇങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും എൻ്റെ. അപ്പം മിക്കപ്പോഴും പീഡിയാട്രിക് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പിള്ളേരല്ല, പേരൻസിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അവരാണല്ലോ വന്ന് പറയുന്നത് പിള്ളേർക്ക് എന്താണ് കുഴപ്പമുള്ളത്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നാണ് ഹിസ്റ്ററി കിട്ടുന്നത്. മിക്കപ്പോഴും നമുക്ക് ഹിസ്റ്ററി തരാൻ മാത്രം ഏബിളായ പിള്ളേർ ഇച്ചിരി വലുതാകണമല്ലോ. ഒരു 4-5 വയസ്സൊക്കെ കഴിഞ്ഞാലല്ലേ പിള്ളേർക്ക് നമ്മളോട് പറയുള്ളൂ. അപ്പം മിക്കപ്പോഴും ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസിനേക്കാളും കൂടുതൽ ഡീൽ ചെയ്യേണ്ടത് പേരൻസിനാണ്. അവരുടെ ആൻസൈറ്റിയാണ് നമ്മളെപ്പോഴും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ചെയ്യേണ്ടി വരാറുണ്ട്. മിക്കപ്പോഴും നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഒരു റൂമിൽ പോയി പേഷ്യനെ കണ്ടിട്ട് പോരാന്ന് കരുതി ചെല്ലുമ്പം ആ 10 മിനിറ്റ് കൊണ്ടൊന്നും ഇറങ്ങി പോരാൻ പറ്റത്തില്ല. ചിലപ്പം അവർ പിന്നെ അവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ള പിള്ളേരുടെയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഞാൻ നേഴ്സ് പ്രാക്ടീഷണർ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ അപ്രോച്ചബിൾ ആയിരിക്കുമല്ലോ ഒരു പീഡിയാട്രീഷ്യൻ ചെല്ലുന്നതിലും. അപ്പോൾ അവർ കംഫർട്ടബിൾ ആയിരിക്കും എൻ്റെ അടുത്ത്. അപ്പോൾ അവരവരുടെ വീട്ടിലെ പിള്ളേരുടെ കാര്യവും അല്ലെ തന്നെ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, ഒരു വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത് അങ്ങനെ പോയി ചോദിക്കുന്നതിൽ നല്ലത് ഈസി ആയിട്ടൊരു കൺസൾട്ടേഷൻ എൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നത്. അങ്ങനെ മിക്കപ്പോഴും അതങ്ങനെ വരാറുണ്ട് എപ്പോഴും. നമ്മളപ്പം അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് അവർ നമ്മളിൽ നിന്ന്, അതായത് ആ രോഗിക്ക് വേണ്ട കെയറിനേക്കാളും ഒരു ഫാമിലിയുടെ ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇടയ്ക്ക് അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേഴ്സായിട്ട് ബെഡ് സൈഡിലായിരുന്നപ്പോൾ മുതലേ. അപ്പം ഫാമിലിയുടെ പല കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ ഫാമിലിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പിള്ളേരുടെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്. എൻ്റെ മോൻ്റെ മുഖത്ത് അവിടെ ഒരു വെള്ള ഇതുണ്ട്, അതങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ സോ ആൻഡ് സോ റിലേറ്റീവ്സിന് ഈ ഇഷ്യൂസ് ഉണ്ട്, ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ കെയർ കൊടുക്കണം, എൻ്റെ കൊച്ചിനെ അവിടെ വിടാവോ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് അങ്ങനെ അവിടെ ചുമ്മാ കയറിയിരുന്ന അവരെൻ്റെ എൻറോൾഡ് പേഷ്യൻസ് അല്ലല്ലോ, അങ്ങനെ കയറിയിരുന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അല്ല, അതെപ്പോഴും എങ്ങനെയെങ്കിലും രീതിയിൽ നമ്മുടെ പേഷ്യന്റിനെ അത് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ നമുക്ക് കോറിലേറ്റ് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന രീതിയിലുള്ള അഡ്വൈസുകളൊക്കെ കൊടുക്കാറുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അത് പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, പേരൻസ് ഇപ്പം ചിലർക്ക് ഇതാണ് പേരൻസുമായിട്ട് ഡീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ വേറെ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് അല്ലെ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ അവർ പറയാറുണ്ട്, പീഡിയാട്രിക്സിലല്ലാത്തവർ പീഡിയാട്രിക്സ് ആണോ, എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, അത്
എനിക്കിപ്പം വേറെ ഇതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് അഡൽട്ട് ഏരിയയിൽ വർക്ക് ചെയ്താൽ സർവൈവ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ എനിക്കിത് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഞാൻ പീഡിയാട്രിക്സിൽ എന്നും വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്കത് വലിയ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാറില്ല. അപ്പോൾ ഓരോ കുട്ടികളെയും കാണുമ്പോഴത്തേക്ക് മീൻസ് ഇപ്പം നോളജ് പുട്ടിറ്റ് ഇൻ പ്രാക്ടീസിൽ നിന്ന് മാത്രമല്ല, അതായത് അവരുടെ അതെന്റെ എവറി ടൈം പേഷ്യൻ്റ് എൻ്റെ മോനാണല്ലോ. അതെ അതെ, നമ്മൾ ആ ഗോ ത്രൂ ചെയ്ത പെയിന്. അപ്പോൾ നമ്മൾ പഠിച്ചു, നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ഇറങ്ങി. അത് ഒരു പുതിയ ഒരു ഫീൽഡിലോട്ട് വരുവാണ്. പുതിയതായിട്ടൊരു ഒരു പെഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് പ്രാക്ടീഷണർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? നേഴ്സ് ആൻഡ് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പം ആ പേരിൽ മാത്രമേ ഉള്ളൂ ഒരു സിമിലാരിറ്റി. നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു പ്രൊവൈഡർ, ഒരു ഡോക്ടർ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ആ റെസ്പോൺസിബിലിറ്റീസാണ്. നേഴ്സ് പ്രാക്ടീഷണർ ആകുമ്പോൾ ഫിസിക്കൽ വർക്ക് ഇച്ചിരി കുറവാണ്, പക്ഷേ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ ഒരു ബിഗിനർക്ക് എപ്പോഴും ഒരു റോൾ കൺഫ്യൂഷൻ വരും. എത്രയോ നാൾ നേഴ്സായിട്ട് ചെയ്തു, പിന്നെ നേഴ്സായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചോദിക്കാൻ ചാർജ് നേഴ്സുണ്ട്, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സുണ്ട്. പക്ഷേ നേഴ്സ് പ്രാക്ടീഷണർ ആകുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിസ്റ്റ് പ്രാക്ടീഷണർ ആകുമ്പോൾ ഞാൻ തന്നെയേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. എപ്പോഴും ഞാൻ തന്നെയാണ്, എനിക്ക് തന്നെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്. പിന്നെ വളരെ അത്യാവശ്യം ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ കൊളാബറേറ്റീവ് ഫിസിഷ്യനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് സപ്പോർട്ട് ചോദിക്കും. അങ്ങനെ ഒരു ബിഗിനിങ്ങിൽ നമുക്ക് പിന്നെ ഒരു റോൾ കൺഫ്യൂഷൻ ഉണ്ട്. അത് കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സസിനായാലും എൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവർക്കും ഒരു റോൾ കൺഫ്യൂഷൻ വന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പോയി ആ പേഷ്യൻ്റെ ഒരു ഷുഗർ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ചില നേഴ്സസ് അവർ ഇത്ര നാളും നീ ഇത് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, വൈ കാൻറ്റ് യു ഡു ഇറ്റ്, നിനക്ക് തന്നെ അങ്ങോട്ട് ചെയ്താൽ എന്താന്നുള്ള അങ്ങനത്തെ ആ കൈൻഡ് ഓഫ് ലുക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്ര നാളായില്ലേ, ഇപ്പം നമുക്ക് എവിടെ ആ ലൈൻ എവിടെ വരയ്ക്കണമെന്നറിയാം. നമുക്ക് ആ റോൾ കൺഫ്യൂഷൻ എനിക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പിന്നെ ചലഞ്ചിങ് ആണ്. നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ അതൊക്കെ കുറഞ്ഞു വരും. ശരിയാണ്, എല്ലാവരും ഓർക്കും ഇവള് ഇന്നലെ വരെ എൻ്റെ കൂടെ ചെയ്തതാണ്. കാരണം സെയിം ഹോസ്പിറ്റലിലാണല്ലോ, ഞാൻ നേഴ്സായിരുന്ന സെയിം ഹോസ്പിറ്റലിലാണല്ലോ നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത്രയും നാൾ എൻ്റെ അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പിന്നെ വൺസ് നമ്മുടെ കോൺഫിഡൻറ്റ്, അത് ചിലപ്പോൾ ഓർക്കും നമ്മുടെ മനസ്സും കൂടെ കുറച്ച് നമ്മുടെ കോൺഫിഡൻറ്റ് ഇല്ലായ്മയും അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ സെയിം ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സ് പ്രാക്ടീഷണർ ആകുമ്പോൾ നമുക്ക് കുറേ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ആ റിസോഴ്സസ് എല്ലാം അറൗണ്ട് നമുക്ക് പരിചിതമാണ്. അതങ്ങനത്തെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷേ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം ഈ ബാക്കിയെല്ലാം നേഴ്സസിനെല്ലാം അറിയാമല്ലോ, ഇവളിന്നലെ ഗ്രാജുവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ശരി, അതുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും നോക്കുമ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സിസ്റ്റം നമുക്കറിയാം, പിന്നെ നമുക്ക് കൂടെ ജോലി ചെയ്യുന്നവരെ നമുക്കറിയാം. പിന്നെ അത് നമ്മൾക്കാണെങ്കിലും നമ്മളത് നെഗറ്റീവ് ആകാതെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. എൻ്റെ കോൺഫിഡൻറ്റ് ഇല്ലായ്മ കൊണ്ടും കൂടെയാണ്. അപ്പം ഞാൻ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കി കുറേ കാര്യങ്ങൾ. പിന്നെ അത് നമുക്ക് എന്നായാലും തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ പിന്നെ ഒരു വർഷം കൊണ്ടൊക്കെ അതങ്ങോട്ട് മാറി. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ന്യൂ ഗ്രാജുവേറ്റ് വരുന്നവരോട് മറ്റെന്താ ഐഡിയ എന്താണ് ഒരു സജഷൻ കൊടുക്കാനുള്ളത്? സജഷൻ ക്ലിനിക്കൽസ് അല്ല, ജസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കോഴ്സ് റിക്വയർമെൻറ്റ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതല്ല. അത് വളരെ 100% കമ്മിറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ ക്ലിനിക്കൽസ് നല്ല പ്രിസെപ്റ്ററുടെ അടുത്ത് ക്ലിനിക്കൽസിന് പോകണം. ക്ലിനിക്കൽസ് ആ ടൈം 100% യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൺസ് ഗ്രാജുവേറ്റ് ചെയ്ത് ജോലി ആയി കഴിഞ്ഞാലും പഠിത്തം നിർത്താൻ പറ്റില്ല. അത് അല്ലെങ്കിലും പറ്റത്തില്ല. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ അപ്ഡേറ്റഡ് ഇത് വരുന്നുണ്ട്. അല്ല തന്നെ എപ്പോഴും എല്ലാം പഠിച്ച് പാസ്സായിട്ടല്ലല്ലോ നമ്മളാരും ജോലിക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ഓരോരോ കേസുകൾ പുതിയത് കാണുന്നു, പിന്നെ അതിനെപ്പറ്റി പഠിക്കുന്നു, അതിൻ്റെ മാനേജ്മെൻറ്റ് പഠിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഡാലിയയ്ക്ക് ഒരു പുതിയ കേസ് വരുവാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരാണ്, അങ്ങനെയാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൊളാബറേറ്റീവ് ഫിസിഷ്യൻ നമ്മൾ മിക്കപ്പോഴും നമ്മൾ കണ്ട കേസുകൾ തന്നെയാണ് അഗെയിൻ ആൻഡ് അഗെയിൻ തിരിച്ചു വരുന്നത്. 95-98% ടൈം അങ്ങനെ തന്നെയാണ്. പിന്നെ റെയർലി നമുക്ക് ഡിസിഷൻ തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ കൊളാബറേറ്റീവ് ഫിസിഷ്യനോട് അഭിപ്രായം ചോദിക്കും. ചില സമയത്ത് ഈവൻ അവർക്ക് പോലും കൺഫ്യൂഷൻ കാണും. അപ്പം ഞങ്ങൾ വേറെ
നമ്മുടെ പ്രാക്ടീസിലല്ലാത്ത വേറെ ആൾക്കാരെ കൺസൾട്ട് ചെയ്യേണ്ടി വരും, ലൈക്ക് ഇൻഫെക്ഷസ് ഡിസീസ് അല്ലെങ്കിൽ അതനുസരിച്ച് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബുക്കും റിസോഴ്സസും റെഫർ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാ, പുതിയ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ, CDC നല്ല AAP അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കി അങ്ങനെ ചെയ്യാം. അപ്പോൾ അല്ല, എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്ക്. കാരണം ഒരു രോഗി നമ്മുടെ അടുക്കൽ വരുന്നത് ഒരു അസുഖമായിട്ടാണ്. ആ രോഗിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാം, അതാണ് നമ്മുടെ എയിം. ബെസ്റ്റ് കെയർ കൊടുക്കുക, അതാണ്. അതിനകത്ത് ഈഗോയുടെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ, ഏറ്റവും ബെസ്റ്റ് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കാരണം നമ്മൾ നേഴ്സ് പ്രാക്ടീഷണർ ആണ് എന്ന് വിചാരിച്ച് നമ്മളുടെ അടുക്കൽ വരുന്ന ഒരു രോഗി ഒരു ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന ഈക്വൽ കെയർ ആണ്. ഈക്വൽ കെയർ, ഈക്വൽ ഡിസിഷൻ, മാനേജ്മെന്റ്, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അല്ല നേഴ്സ് പ്രാക്ടീഷണർ ആണ്, ഞാൻ മെഡ് സ്കൂളിൽ പോയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം നേഴ്സ് പ്രാക്ടീഷണർ ആയി അതിച്ചിരി വർഷം കുറഞ്ഞ് ചെയ്യാൻ പറ്റി, എന്നാൽ എനിക്ക് എന്തെങ്കിലും കുറച്ച് പഠിക്കണം, എനിക്ക് ഇത്രയും പഠിച്ചാൽ മതി, ഇത്രയും കെയർ പേഷ്യൻസിന് കൊടുത്താൽ മതി, അങ്ങനെ ഒരു കോംപ്രമൈസും ഇല്ല, യാതൊരു കോംപ്രമൈസും ഇല്ല. ഒരു ഡോക്ടർ ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ ഉള്ള മാനേജ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണം. അത് പക്ഷേ നമ്മൾക്കെല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഞാനെപ്പോഴും പറയുന്ന അവനും അവൾക്കും ആകുമെങ്കിൽ എനിക്കും ആകും. പിന്നെ നമ്മൾ മറ്റ്, അതായത് വളരെ 100% കമ്മിറ്റഡ് ആയിരിക്കണം. അതാ ഞാൻ പറയാൻ വന്നത്. അതത്ര ഈസി ആണെന്ന് കരുതരുത്. പഠിക്കുന്ന അത്ര തന്നെ ബുദ്ധിമുട്ടാണ് ഒരു കിട്ടിയ ജോലിയിൽ സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളതും. അതിന് അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ഈസി പീസി ആയിട്ട് എടുത്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇപ്പം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ പീഡിയാട്രിക് നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട്? 7 years. ഇപ്പൊ എങ്ങനെ തോന്നുന്നു? ഐ ലൈക്ക് ഇറ്റ്. ഞാൻ US വന്നിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഇതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ അക്യൂട്ട് കെയർ എടുത്തു, അത് കഴിഞ്ഞ് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോയി പ്രൈമറി കെയർ എടുത്തു. എനിക്കപ്പം 2 ലൈസൻസ് ഉണ്ട്, 2 സർട്ടിഫിക്കേഷൻസ് ആൻഡ് 2 ലൈസൻസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ എടുക്കുന്നതിന് എന്താ ചെയ്തത്? അതായത് അഡീഷണൽ 9 ക്രെഡിറ്റ്സും കൂടെ മതിയായിരുന്നു. സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ എടുത്തത്. അഡീഷണൽ 9 ക്രെഡിറ്റ്സും കൂടെ എടുത്ത് പിന്നെ PNCBയിൽ നിന്നുള്ള എക്സാം പാസ്സായി ടെക്സാസ് ബോർഡ് ഓഫ് നഴ്സിംഗിൽ നിന്ന് ലൈസൻസ് എടുത്തു. അപ്പം ഇപ്പം ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ള കുട്ടികളെ കാണുന്നത്? 0 to 21. 0 to 21. അപ്പോൾ അതിനുവേണ്ടിയാണ് എക്സ്ട്രാ എടുത്തത്. പ്രൈമറി കെയർ, പീഡിയാട്രിക് പ്രൈമറി കെയർ, അതൊരു പോസ്റ്റ് മാസ്റ്റേഴ്സ് സർട്ടിഫിക്കേഷൻ ഞാൻ എടുത്തത്. അത് കൂടുതലും ഔട്ട് പേഷ്യൻറ്റ് ബേസ്ഡ് കെയറിന് വേണ്ടിയിട്ടാണ്. എനിക്കിപ്പം ഞാൻ ഇൻപേഷ്യൻ്റ് ബേസ് ആണല്ലോ ചെയ്യുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്നേലും ഒരു കാലത്ത് ഔട്ട് പേഷ്യൻ്റ് പോവുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ NB സ്കൂളിൽ പോയപ്പോൾ തന്നെ എൻ്റെ ഒരു പ്ലാൻ ഇതായിരുന്നു, 2 എടുക്കുക, പീഡിയാട്രിക് അക്യൂട്ട് കെയർ ആൻഡ് പ്രൈമറി കെയർ ലൈസൻസ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴത്തെ പ്രാക്ടീസിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അത് പ്രൈമറി കെയർ കൂടുതലും നമ്മുടെ ആ ചെറിയ മൈന്യൂട്ട് പ്രോബ്ലംസ്, നമ്മളെന്നും കാണുന്ന മൈനർ പ്രോബ്ലംസ് പ്ലസ് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ്. ഒരുപാട് ഡെവലപ്മെൻറ്റൽ ക്വസ്റ്റ്യൻസ് എനിക്ക് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വരാറുണ്ട്. ഞാൻ ഇപ്പോൾ കാണുന്ന പേഷ്യൻ്റ് അല്ല, അവരുടെ വീട്ടിലുള്ള ബാക്കി പിള്ളേരുടെ കാര്യം, അതും ഡെവലപ്മെൻറ്റൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി പഠിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? തൽക്കാലം ഇല്ല, അറിയത്തില്ല. ചിലപ്പം ഒരു പക്ഷേ DNB, നോട്ട് കറൻ്റ്ലി, നോട്ട് ഇൻ നെക്സ്റ്റ് 1 or 2 years, ഇവൻച്വലി പ്രോബബ്ലി. അപ്പം ഇപ്പം ഈ നേഴ്സായിട്ട് ജോലി ചെയ്ത് എയിംസിൽ വർക്ക് ചെയ്തു, കുവൈറ്റിൽ വർക്ക് ചെയ്ത്, ഇവിടെ അമേരിക്കയിൽ വന്ന് വർക്ക് ചെയ്ത്, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? കരിയർ വൈസ് ഞാൻ ഇപ്പോഴത്തെ ജോലി ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ പ്രൗഡായിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം ഡോക്ടർ ആകാൻ പറ്റാഞ്ഞതിൻ്റെ ആ വിഷമം സത്യം പറഞ്ഞാൽ ഒരു അത് ഏതായാലും ഡോക്ടറിന് ഈക്വൽ അല്ല നേഴ്സ് പ്രാക്ടീഷണർ, എന്നാൽ പോലും എനിക്ക് ഈ ജോലി കിട്ടിയ പിന്നെ കുറേ എല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട്. അത് ഡാലിയക്ക് എന്ത് ഡെന്റിസ്റ്റ് ആയിട്ട് എന്തോ അഡ്മിഷൻ കിട്ടിയതല്ലായിരുന്നു? പക്ഷേ അത് ഒരു സെമസ്റ്റർ കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു സെമസ്റ്റർ കഴിഞ്ഞ് മെഡിക്കൽ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റിൽ നല്ലതല്ലേ ഇപ്പൊ? ഡെന്റിസ്റ്റിൽ നല്ലത് ഇതാണ്. എനിക്ക് അതിൽ വിഷമമൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷനിൽ. അതിൽ വളരെയധികം കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ വിചാരിച്ചു നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ മാത്രം കൊടുത്താൽ മതിയെന്ന്. ഇപ്പം ഡാലിയ വിചാരിച്ചു അതായത് BSc നേഴ്സിങ്ങിന് പോയപ്പം നേഴ്സസിനെ പഠിപ്പിച്ചാൽ മാത്രം മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിൽ കൂടുതലുണ്ട് നേഴ്സിങ്ങിൽ. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കണം, നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു സർവീസാണ്. പിന്നെ അത് നമ്മൾ ആ പ്രൊഫഷനിൽ എത്തിയാലും ആദ്യം പ്രയാസം തോന്നിയെങ്കിലും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും.
പിന്നെ ഒരു പോസിറ്റീവായിട്ട് കാണേണ്ടത് ആ നേഴ്സിംഗ് പ്രൊഫഷൻ അത് അവിടെ നിൽക്കുമല്ല, അതിൽ ഒത്തിരി കരിയർ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഉയരാൻ പറ്റും. അതായത് നമുക്ക് പല സ്വപ്നങ്ങൾ കാണും. ചിലർക്കൊരു ലീഡർ ആണോന്നായിരുന്നായിരിക്കും ആഗ്രഹം, ചിലർക്കൊരു എഡ്യൂക്കേറ്റർ ആണോ, പിന്നെ ചിലർക്കൊരു ശാസ്ത്രജ്ഞ സയൻറ്റിസ്റ്റ് ആണോന്നായിരിക്കും ആഗ്രഹം. ഇതിനെല്ലാം വളരെ ചിലർക്ക് പേഷ്യൻ്റെ മയക്കി കിടത്തിയിട്ട് അവരെ ഉണർന്നിരിക്കുന്നവരെ ടേക്ക് കെയർ ചെയ്യേണ്ടെന്നായിരിക്കും. ഇതിനെല്ലാമുള്ള വളരെ വളരെ വിശാലമായ ഒരു ലോകമാണ് ഈ നേഴ്സിംഗ് പ്രൊഫഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കല് പേഷ്യൻറ്റിനെ കുളിപ്പിക്കുക, അവരെ ടേക്ക് കെയർ ചെയ്യുക, അതുമാത്രമല്ല നേഴ്സിംഗ്. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ബൈ സിസ്റ്റം. നാട്ടിലാണെങ്കിൽ സിസ്റ്റം ബൈ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നാട്ടിലതില്ല, കിട്ടുന്നില്ല. പഠിക്കുന്ന അത് അതിൻ്റെ ഒരു 1/4 പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ഇപ്പോൾ എനിക്കാണെങ്കിലും പറയാം, ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ US എത്തിയപ്പം എനിക്ക് ഏറ്റവും പരിചയമായിട്ട് തോന്നിയ പല കാര്യങ്ങളും ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും പരിചയമായിട്ട് തോന്നിയ ബെഡ് പാനും യൂറിനലും ആയിരുന്നു. പക്ഷെ ഇവിടെ അതിന് വേണ്ടിയിട്ട് വേറെ ഉണ്ടല്ലോ ആൾക്കാർ. അല്ല, വേറെ ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നതല്ല. ഇൻസ്ട്രുമെന്റ് ഞാൻ യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഏറ്റവും പരിചയം തോന്നിയത് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിനേക്കാൾ അപ്പുറമാണ് നേഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ. നേഴ്സിന്റെ കയ്യിലാണ് ഒരു ഫ്ലോർ തന്നെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ ഇതുപോലെ തന്നെ 12 വർഷത്തെ കമ്മിറ്റ്മെൻറ്റും പിന്നെ ഫൈനാൻസിൻ്റെ ബേർഡനും ഉപയോഗിച്ച് ന്യൂ ജനറേഷനിലുള്ള ഒത്തിരി കുട്ടികൾ നേഴ്സിംഗ് പ്രൊഫഷനിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ നേഴ്സിംഗ് പ്രൊഫഷനിൽ എത്തുമ്പം ആ ഫിസിക്കൽ അത് ബിഗിനിങ്ങിൽ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നത്, കുട്ടികളെ നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഈ കരിയർ അഡ്വാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് വരൂ. ഞങ്ങളൊക്കെ പേഷ്യൻസായിട്ട് കിടക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നേഴ്സസിനെയും നേഴ്സ് പ്രാക്ടീഷണറെയും ഡോക്ടേഴ്സിനെയുമാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഇത് നിങ്ങൾക്കൊക്കെ പ്രയോജനമായെന്ന് പ്രതീക്ഷിക്കുന്നു. നേഴ്സ് പ്രാക്ടീഷണർ ആകാനുള്ളവരും നേഴ്സ് ആകാനായിട്ടുള്ളവർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കഴിവതും ഞങ്ങൾ സത്യസന്ധമായിട്ട് അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഡാലിയ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായിട്ട് ഒത്തിരി താങ്ക്സ്. ഓൾ ദ ബെസ്റ്റ്. ഡാലിയയുടെ എല്ലാ ഡ്രീംസും ഇനിയും ഫുൾഫിൽ ആവട്ടെ. ഇനിയും വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല കെയർ കൊടുക്കാൻ ഇടയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു.